ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ട്രിപ്പായിട്ട് ഇറങ്ങിയല്ല, ഇതൊക്കെ ഒരു വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പൂക്കോട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. ഇട ദിവസമാണ്, അതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടാവുമെന്ന് അറിയില്ല, പോയി നോക്കണം. ഇതൊക്കെ കഴിഞ്ഞ വട്ടം ഞാൻ പാർവോൻ്റെ ഒരു വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആൻറ്റി റാബിസിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് പോയ ഒരാഴ്ച ആവുന്നു. അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ. റൂബി ഇവിടെ ഉണ്ട്. റൂബിയെ എന്നാ വാ. അവള് ഫുള്ള് കളിയാണ്. കുറച്ച് ദിവസമായി ഞാൻ അവളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാം ഉണ്ട്. കൊണ്ടുപോയി ശീലിപ്പിച്ചിട്ടേ ഇപ്പം തീരെ പറ്റുന്നില്ല. അവള് ഒന്നാമത് ഫുഡ് ഭയങ്കര കഴിക്കൽ കുറവാണ്. കഴിഞ്ഞ വട്ടം കാണിച്ചപ്പോഴേ ഇവര് ബീഫും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ അല്ലെങ്കിലും ബീഫും മാറ്റി മാറ്റി കൊടുക്കലാണ്, കാരണം ഒരേ ഫുഡ് സ്ഥിരം കഴിക്കുന്നില്ല. ഒരു നേരം ചിക്കൻ കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം ബീഫോ അല്ലെങ്കിൽ ചിക്കൻ്റെ ലിവർ സെപ്പറേറ്റോ അങ്ങനെയൊക്കെയാണ് കൊടുക്കൽ. അപ്പോൾ ഇവള് തീരെ കഴിക്കുന്നില്ല. കൂടാതെ ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ ചില ദിവസം ഇറക്കാൻ പറ്റുന്നില്ല. ഇപ്പം മഴയും തുടങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷമം. അന്ന് തീരെ ഫുഡ് കഴിക്കൂല, ഭയങ്കര പ്രശ്നമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവളെ പപ്പി എടുത്തതിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ പപ്പിയാന്ന് തോന്നുന്നു ഇവള്. കാരണം ഞാൻ ഫുഡ് നല്ലോണം കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവളെ ശരീരം അങ്ങോട്ട് സെറ്റാവുന്നില്ല. ഫുഡ് കൊടുക്കാത്തതിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ അതുകൊണ്ട് ശരീരത്തിൽ പിടിക്കുന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഞങ്ങളിവിടെ പൂക്കോട് എത്താനായിട്ടുണ്ട്. കയറി നോക്കട്ടെ എന്താ സ്ഥിതി എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ പൂക്കോട് എത്തിയിട്ടുണ്ട്. കയറി നോക്കണം, തിരക്കുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇവിടെ തിരക്ക് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ആൾക്കാരല്ല കേട്ടോ ഈ കാണുന്നൊക്കെ. ഇത് മറ്റേ എന്നൂര് നമ്മൾ കഴിഞ്ഞ വട്ടം പോയിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പോകാനുള്ള തിരക്കാണ്. ഇന്ന് നല്ല തിരക്കുണ്ട്. മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് നല്ല വ്യൂ കിട്ടും അവിടെ. അപ്പോൾ അതിൻ്റെ തിരക്കാണ്, നല്ല ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികളാട്ടോ. എന്തോ ക്യാമ്പോ കാര്യങ്ങളോ എന്തെങ്കിലും കഴിഞ്ഞിട്ട് പോവായിരുന്നു. ഡീറ്റെയിൽ വേണോ? ഞാനേ ഇപ്പൊ സമയം ഏകദേശം 10 മണിയായി. പക്ഷെ നല്ല ഒരു കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈത്തിരി ഭാഗത്തേക്ക് നല്ല രസമാണ് ഈ ടൈമിലൊക്കെ വരാൻ. കണ്ടമാനം ആൾക്കാർ കയറുന്നുമുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി ടോക്കൺ എടുത്തിട്ട് വരണം. ടിക്കറ്റല്ല, ടോക്കൺ എടുത്തിട്ട് വരണം. എന്നിട്ട് വേണം ഇവിടെ ഇറക്കാൻ. ഓരോ തിരക്കില്ല, ചെറിയ തിരക്കുള്ളൂ. അപ്പോൾ അധികം ടൈം എടുക്കില്ലാന്ന് പ്രതീക്ഷിക്കാം. ഞങ്ങളപ്പോൾ ഇവിടെ തന്നെയാണ് ഉള്ളത്. അവിടുന്ന് ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ ഇനിയിപ്പോൾ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഈ ഫുഡ് കഴിക്കാത്തതിൻ്റെയും പിന്നെ ശരീരം അങ്ങോട്ട് മൊത്തത്തിലൊന്നും സെറ്റാവുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഹോർമോണിൻ്റെ കുറവാണ് എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. കുറേ ടെസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഓൾറെഡി ചെയ്തിരിക്കുക, എല്ലാം നോർമലാണ്. പിന്നെ ഇവർക്ക് വേറെ സിംറ്റംസ് ഒന്നുമില്ല, അങ്ങനെ അസുഖത്തിൻ്റെ ആക്റ്റീവ് കുറവോ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ നോർമലാണ്.
അപ്പോൾ ഒരു ടെസ്റ്റിനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ സൈഡായിട്ടാണ് ഇരിക്കുന്നത്, കാരണം കുറേ കുത്ത് കിട്ടി. കാരണം ഇവരെ കോട്ട് ഇങ്ങനത്തെ ഡബിൾ കോട്ടായതുകൊണ്ട് ബ്ലഡ് കിട്ടുന്നില്ല. ബ്ലേഡ് വെച്ച് വടിച്ച് കുറേ നേരം കളിച്ചിട്ടാണ് ഇവർക്ക് ഇത് കിട്ടിയത്. അപ്പോൾ നല്ല ക്ഷീണമായിട്ടിരിക്കുകയാണ്. കുഞ്ഞേ നടി അതും വേണ്ട എനിക്ക്. മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങിയിട്ട് ചുരത്തിൻ്റെ അവിടം വരെ പോകണമെന്നുണ്ട്. നല്ല രസമായിരിക്കും ഈ ഒരു ടൈമിൽ. വണ്ടി അങ്ങോട്ട് ഇങ്ങനെ ഓടിച്ചു പോകാൻ അടിപൊളിയായിരിക്കും. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് സെറ്റായിരിക്കും. അപ്പോൾ അവിടം വരെ ഒന്ന് വെറുതെ പോയി വരണം. ഇറക്കാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം മഴയായതുകൊണ്ട്. പിന്നെ മൊത്തം നനയും ഇവള് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ പുറത്തിറക്കൽ നടക്കില്ല. പിന്നെ അവിടെ നിറച്ച് കുരങ്ങന്മാരല്ലേ. കുരങ്ങന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ മെയിനാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ വെറുതെ ഇരിക്കൂല. അതാണ് അവസ്ഥ. മന്തി മണം പിടിച്ചത്. നിങ്ങളപ്പോൾ റിസൾട്ട് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. എന്തിനാ ഇനി മണം പിടിക്കുന്നത്? നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. റൂബിത വണ്ടിയിൽ കിടക്കുകയാണ്. അവർ 2-3 മരുന്ന് തന്നാലും എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് വിഷമമുണ്ടല്ലോ എന്ന് ചോദിച്ച് എഴുതിയതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളപ്പം മെല്ലെ വീട്ടിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചുരം വരെ ഒന്ന് വെറുതെ പോകുന്നതാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ഒരു ക്ലൈമറ്റിൽ കുറച്ചുകൂടെ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ എനിക്കൊരു മൂഡ് തോന്നിയപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടം വരെ പോയിട്ടൊന്ന് തിരിച്ചു വരാം. ഇവിടെയൊക്കെ ഫുള്ള് തിരക്കാണ്. ഇതൊക്കെ എന്നൂരിലേക്കുള്ള ആൾക്കാരാണ് കൂടുതലും. കർണാടക ടീംസാണ്. പിന്നെ വെക്കേഷനൊക്കെ കഴിയാനായിക്കില്ല. അപ്പോൾ മലപ്പുറം, കോഴിക്കോട് ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ, ഇത് വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കറക്റ്റ് ടൈം കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ജൂൺ 1 ഓവർ മഴയല്ല. ഈ ഒരു ടൈമിലൊക്കെ വന്നാൽ പക്കയാണ്. അവിടെ പോയാൽ കറക്റ്റ് വ്യൂ നമുക്ക് കിട്ടും. നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ നമ്മളെ വയനാട് പുതിയ തുടങ്ങിയ അൾട്രാ പാർക്ക്. ബങ്കി ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം അടിപൊളിയാണ്. ഈ റൂട്ട് കുറേ ഉണ്ട് കേട്ടോ. കുറേ പാർക്കും കാര്യങ്ങളും, നൈറ്റുള്ള പാർക്ക് 2 ഉണ്ട്. പിന്നെ ബാക്കി പരിപാടിയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇപ്പോൾ ഉണ്ടാവുന്ന ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ലക്കിടി എത്തിയിട്ടുണ്ട്. ലക്കിടിയൊക്കെ ഫുള്ള് സെറ്റാണ്. കോടയൊക്കെ ഇറങ്ങിയിട്ട് ഒരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട്. ഇവിടെ മഴ നിൽക്കൂല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഏകദേശം ടൈം ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ അറിയില്ല, ലെഫ്റ്റ് സൈഡിലൊരു പാർക്കുണ്ട്. അതാണ് നൈറ്റ് എത്ര മണി വരെ ഉണ്ട്. അപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. അവിടെയൊക്കെ നല്ല ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ. ടൈമിലൊക്കെ ബൈക്കിനൊക്കെ വന്ന അടിപൊളിയായിരിക്കും കേട്ടോ. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു മഞ്ഞും കോടമഞ്ഞൊക്കെ കിട്ടണം. അടിപൊളിയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ട് വരുന്നത്. നമ്മളും എപ്പോഴും കാണുന്നതാണെങ്കിലും നമുക്കൊരു രസമാണ്. നിങ്ങളൊക്കെ അവസ്ഥ എന്താ അറിയില്ല. അപ്പം എനിക്കിങ്ങനെ
ഇഷ്ടമാണ് സംഭവം. പോയ റൂട്ടാണെങ്കിലും ഇങ്ങനത്തെ ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. നല്ല കോടയുണ്ട് കേട്ടോ. അധികം നമുക്ക് ഫ്രണ്ടിലേക്കൊന്നും കാണുന്ന തന്നെയല്ല. വണ്ടികളൊക്കെ ഫുള്ള് 4 ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടാ കയറി വരുന്നത്. കാരണം നല്ല കോട തന്നെയാണ്. നമുക്ക് ഈ ചുരം കയറി അവിടെ തന്നെ ഒരു വിൽട്ടൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. റേറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. മെയിനായിട്ട് കർണാടകക്കാരെയൊക്കെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അവർ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പ്യൂർ വെജിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റ്. വേറെ നല്ല പ്യൂർ വെജ് വയനാട്ടിൽ ഇല്ലെന്ന് തോന്നുന്നു. സെപ്പറേറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ചുരമൊന്നും പറയാനില്ല കേട്ടോ. അടിപൊളി. നിർത്താനുള്ള ഗ്യാപ്പ് കിട്ടൂല ഇനിയിപ്പോ. അത്രയ്ക്ക് തിരക്കാം. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചുരത്തിലുള്ള ഇതിനെ ഇറക്കിയിട്ടില്ല. നമ്മൾ തലയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നു. താഴേക്കൊന്നും കാണൂല കേട്ടോ. വെറുതെ മഞ്ഞ് പോലെ കാണൂല. അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ട് കേട്ടോ. വണ്ടിയൊക്കെ അപ്പുറത്തൊക്കെ ഫുള്ളാണ്. പക്ഷെ അങ്ങോട്ടൊന്നും കാണുന്നില്ല. ക്യാമറയിൽ കൂടെ കാണൂല. ഇപ്പോൾ ഫുള്ള് മണ്ണാണ്. കോടിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. എല്ലാം ഏകദേശം മൂടി വരുന്നുണ്ട്. ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിട്ട്. ഓക്കെ, ഞങ്ങളപ്പോൾ അവിടുന്ന് ഇങ്ങനെ പോരും കേട്ടോ. ചുരത്തിൽ കുറച്ച് നേരം നിർത്തി. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മഞ്ഞായതുകൊണ്ട് അധികം ഒന്നും കാണുന്നില്ല, ഫുള്ള് മഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ മെല്ലെ തിരിച്ച് കയറി. റൂബി ഇതാ ഒരു കുരങ്ങനെ നോക്കി സീൻ പിടിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഒരു കുരങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിന്. കുരങ്ങനാണെങ്കിൽ ഒരു കുട്ടി ഒപ്പമുണ്ട്, അതിൻ്റെ കുട്ടിയുണ്ട്. അതുകൊണ്ട് അതും ഫുള്ള് കലിപ്പിലാണ് അവളെ നോക്കുന്നത്. ആരാ റുബി? അത് റുബി ആരാണത്? പിടിക്കണോ റുബിയെ? ഞങ്ങളിപ്പോൾ തിരിച്ച് പോവാണ്. റൂബിക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ആളും കൂടി ഇല്ലാത്തത് കൊണ്ട്
ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ടിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ. ആളുണ്ടെങ്കിൽ അവൾക്ക് തന്നെ അറിയാം, അതുകൊണ്ട് അങ്ങനെ വരാൻ നോക്കലില്ല. ഇപ്പോൾ ആളില്ലാത്തത് കൊണ്ട് അവൾക്ക് ഇങ്ങനെ വന്നിരിക്കാൻ ഇഷ്ടമാണ്. സ്പേസ് കുറവായതുകൊണ്ട് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഡാഷ്ബോർഡിലൊക്കെ വന്ന് ഇടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവൾക്ക് എന്നാലും ഓക്കെ ആണ്, കാരണം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇട്ടുന്നുള്ളൂ. ഇതിലിപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല കാണിക്കാനൊന്നും. അവിടെ ഉള്ളിൽ അവർ ഫോണൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഉള്ളിലത്തെ ഇതൊന്നും നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ ഇഞ്ചക്ഷൻ ഇതെടുത്ത് വാക്സിനേഷൻ എടുത്തു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇവിടം വരെ ചുരം വരെ ഒന്ന് വന്നതെന്നുള്ളൂ. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ഫുൾ അടിപൊളി ആയതുകൊണ്ട് ഇവിടം വരെ ഒന്ന് വന്നതെന്നുള്ളൂ. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല, നമ്മൾ നേരെ റിട്ടേൺ ആണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വേറെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഉഷാറാക്കാം. ഓക്കെ, ബൈ.